നമസ്കാരം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി ചട്ടം നടപ്പാക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് മന്ത്രി പി രാജീവ്. CAA-യിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ്. CPIM-ഉം കോൺഗ്രസും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നുവെന്ന് BJP. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര നിലപാട് തള്ളി കേരളം. 5000 കോടി നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചില്ല. 10,000 കോടിയെങ്കിലും നൽകണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. വിശദവാദം 21-ന്. വന്യജീവി ആക്രമണം തടയാൻ നാളെ ഉന്നതതല യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വനം, റവന്യൂ മന്ത്രിമാർ പങ്കെടുക്കും. അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം. മൂന്നാറിലും കാഞ്ഞിരവേലിയിലും വീണ്ടും കാട്ടാന ആക്രമണം. ശബരി റൈസ് വിതരണത്തിന് തയ്യാർ. ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി. പല ബ്രാൻഡുകളോടും മത്സരിക്കേണ്ടി വരും. കിലോയ്ക്ക് 40 രൂപ ചെലവഴിച്ചാണ് സർക്കാർ അരിയെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി. മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിലെ റാഗിംഗ് ആരോപണത്തിൽ കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ കേസ്. പ്രതികൾ വിദ്യാർത്ഥിയുടെ ചെകിട്ടത്തടിച്ചുവെന്നും താഴെയിട്ടുവെന്നും തല ഭിത്തിയിൽ ഇടിപ്പിച്ചുവെന്നും FIR. ISL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ മോഹൻ ബഗാൻ. മത്സരം വൈകിട്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഭരണഘടനാ വിരുദ്ധമായ